ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് ജുനിപ്പറിൽ ഓവർ റൈഡ് എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് തന്നെ ഡിവൈസ് ലോഗിൻ ചെയ്യുന്നുണ്ട്. റൂട്ട് CLI എഡിറ്റ്. ഓക്കെ, അപ്പോൾ ഓവർ റൈഡ് എന്ന് പറഞ്ഞാൽ കറൻറ്റ് കോൺഫിഗറേഷനെ, അതായത് കറൻറ്റ് കാൻഡിഡേറ്റ് കോൺഫിഗറേഷനെ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഓവർ റൈഡ്. ഓക്കെ, അതായത് നമ്മളൊരു കോപ്പി ചെയ്ത് വെച്ച കോൺഫിഗറേഷനെ ലോഡ് ചെയ്യും. അപ്പോൾ കറൻറ്റ് കാൻഡിഡേറ്റ് കോൺഫിഗറേഷൻ കംപ്ലീറ്റ്ലി റീപ്ലേസ് ആവും. അതിന് വേണ്ടിയാണ് ഓവർ റൈഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഡിവൈസിൽ ഞാൻ ഉള്ള കോൺഫിഗറേഷൻ ഒന്ന് ഷോ ചെയ്യാം. ഷോ പൈപ്പ്ലൈൻ ഡിസ്പ്ലേ സെറ്റ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം എല്ലാ ഇൻ്റർഫേസിലും VLAN 200 ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ IRB ഇൻ്റർഫേസിന് 200/200/200/24 എന്ന് പറഞ്ഞൊരു IP അസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നോക്കിയാൽ കാണാം ഒരു VLAN 200 കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ കറൻറ്റ് കോൺഫിഗറേഷനെ ഒന്ന് സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കോൺഫിഗറേഷൻ ഫയൽ തന്നെയാണ് ഈ കോൺഫിഗറേഷൻ ഫയൽ വെച്ചിട്ട് തന്നെയാണ് ഓവർ റൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കോൺഫിഗറേഷനെ ഞാൻ ബാക്കപ്പ് എടുത്ത് വെക്കും. എന്നിട്ട് പുതിയൊരു കോൺഫിഗറേഷൻ, ഈ കോൺഫിഗറേഷനിൽ കുറച്ച് എഡിറ്റ് എല്ലാം വരുത്തിയിട്ട് സേവ് ചെയ്യും. ശേഷം നമ്മൾ ഈ ബാക്കപ്പ് എടുക്കുന്ന ഈ കോൺഫിഗറേഷൻ വെച്ചിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത കോൺഫിഗറേഷനെ ഓവർ റൈഡ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഈ കോൺഫിഗറേഷനെ ബാക്കപ്പ് എടുത്ത് വെക്കാം. അതിനുവേണ്ടി ഞാനൊന്ന് ഓപ്പറേഷണൽ മോഡിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഷോ കോൺഫിഗറേഷൻ, ഓക്കെ, ഷോ കോൺഫിഗറേഷൻ പൈപ്പ്ലൈൻ സേവ്. ഇനി നമ്മുടെ പാത്ത് എങ്ങോട്ടാണോ സേവ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതൊരു ഹൈറാർക്കിക്കൽ ഫോർമാറ്റിലാണ് ഈ ഷോ കോൺഫിഗറേഷൻ എന്നുള്ളത് കൊടുക്കുമ്പോൾ സേവ് ആവുക. ഓക്കെ, അപ്പോൾ ഷോ കോൺഫിഗറേഷൻ പൈപ്പ്ലൈൻ സേവ് /var/tmp. ഇനി നമ്മുടെ ഫയൽ നെയിം എന്താണോ ഫയൽ നെയിം കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിന് മൈ കോൺഫിഗ് എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, മൈ കോൺഫിഗ് CONFIG കോൺഫിഗ്. ഓക്കെ, മൈ കോൺഫിഗ് എന്ന് കൊടുക്കുന്നുണ്ട്, സേവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം 400 ലൈൻസ് ഓഫ് ഔട്ട്പുട്ട് ടു ഈ ഒരു പാത്തിൽ ഈ ഫയൽ നെയിമിൽ സേവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കോൺഫിഗറേഷൻ മോഡ് പോവാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊന്ന് എഡിറ്റ് കയറുന്നുണ്ട്. ഓക്കെ, എഡിറ്റ്. ഇനി നമുക്ക് ഇപ്പോൾ ഉള്ള കറൻറ്റ് കോൺഫിഗറേഷനിൽ കുറച്ച് ചേഞ്ച് വരുത്താം. അപ്പോൾ ഈ കറൻറ്റ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് 1-2 VLAN ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ IRBയിലെ IP റിമൂവ് ചെയ്യാം. ഓക്കെ, ഈ IP നമുക്ക് ചേഞ്ച് ചെയ്യാം ഈ കറൻറ്റ് കോൺഫിഗറേഷനിൽ. അതുപോലെ കുറച്ച് VLAനും ആഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഡിലീറ്റ് ഇൻ്റർഫേസ് IRB, ഞാൻ ആ IRB ഇൻ്റർഫേസിനെ കംപ്ലീറ്റ്ലി ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ IRB ഇൻ്റർഫേസ് നമുക്ക് ഷോ ചെയ്യൂല. ഷോ ഇൻ്റർഫേസ് IRB, ഇവിടെ അങ്ങനെ ഒരു ഇൻ്റർഫേസ് ഷോ ചെയ്യൂല. പിന്നെ അതുപോലെ ജസ്റ്റ് ഞാൻ കുറച്ച് VLAN ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സെറ്റ് VLANs. ഇനി VLAN ജസ്റ്റ് VLAN 10 എന്ന് കൊടുക്കുന്നുണ്ട്. VLAN ID
VLAN ID ഓക്കെ 10 എന്ന് തന്നെ കൊടുക്കുന്നുണ്ട്. അതുപോലെ 1-2 VLAN ഞാൻ ജസ്റ്റ് പുതിയ കുറച്ച് പേരിൽ ആഡ് ചെയ്യുന്നുണ്ട്. VLAN 10 into VLAN 20 ഓക്കെ 20 2 പുതിയ VLAN ഞാൻ ആഡ് ചെയ്ത് ജസ്റ്റ് കമ്മിറ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു പുതിയ കോൺഫിഗറേഷനായി. അതായത് ഓക്കെ ഈ ഒരു എറർ IRB കംപ്ലീറ്റ്ലി ഡിലീറ്റ് ചെയ്തുകൊണ്ടാണ് കാണിക്കുന്നത്. കാരണം അതിൽ അറ്റാച്ച് ചെയ്ത കുറച്ച് L3 ഇൻ്റർഫേസും അതുപോലെ ഡിഫോൾട്ട് VLAN എല്ലാം ഉണ്ടായിരുന്നു. ഈ എറർ കളയാൻ സെറ്റ് ഇൻ്റർഫേസ് IRB യൂണിറ്റ് 0 ഫാമിലി iNet അഡ്രസ് iNet ഓക്കെ കമ്മിറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ കമ്മിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ കറണ്ട് കോൺഫിഗറേഷൻ നമുക്ക് ചെക്ക് ചെയ്താൽ കാണാം. ഷോ പൈപ്പ്ലൈൻ ഡിസ്പ്ലേ സെറ്റ്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ജസ്റ്റ് VLAN 200 ഓൾറെഡി ടാഗ് ചെയ്ത പോലെ തന്നെ ഉണ്ട്. പക്ഷേ താഴേക്ക് വന്ന് നോക്കുമ്പോൾ കാണാം നമ്മുടെ IRB ഇൻ്റർഫേസ്. ഇവിടെ നോക്കിയാൽ കാണാം നമ്മുടെ IRB ഇൻ്റർഫേസിന് നേരത്തെ ഒരു 200 എന്ന് പറഞ്ഞ IP ഉണ്ടായിരുന്നു. 200/24 എന്ന് പറഞ്ഞ IP ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ റിമൂവ് ചെയ്ത് പിന്നെ അതുപോലെ ഇവിടെ നോക്കിയാൽ കാണാം പുതിയതായിട്ട് ഞാൻ 2 VLAN കോൺഫിഗർ ചെയ്ത്. അപ്പോൾ ഇതിപ്പോൾ കംപ്ലീറ്റ്ലി ഒരു പുതിയ കോൺഫിഗറേഷനാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഓവർറൈഡ് വെച്ചിട്ട് ബാക്കപ്പ് എടുത്ത് വെച്ച കോൺഫിഗറേഷൻ വെച്ചിട്ട് ഓവർറൈഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ കോൺഫിഗറേഷൻ കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും. എന്നിട്ട് നമ്മുടെ ബാക്കപ്പിലുള്ള കോൺഫിഗറേഷൻ ആഡ് ആവും. ഓക്കെ അപ്പോൾ ഇതാണ് ഇപ്പോൾ കറണ്ട് ആക്റ്റീവ് കോൺഫിഗറേഷൻ. അപ്പോൾ അതിനു വേണ്ടി ലോഡ് ഓവർറൈഡ് ഇനി നമ്മുടെ പാത്ത് എവിടെ നിന്നാണോ നമ്മുടെ ഫയൽ ലോഡ് ചെയ്യുന്നത് ആ പാത്ത് വാർ ടെമ്പ് നമ്മുടെ ഫയൽ നെയിം മൈ കോൺഫിഗ് ഇതാണ് ഫയൽ നെയിം. ഓക്കെ ഇപ്പോൾ ഞാൻ എൻ്റർ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കാണാം ലോഡ് കംപ്ലീറ്റ്. ഓക്കെ ലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്കൊന്ന് കമ്മിറ്റ് കൊടുക്കാം. ഓക്കെ കമ്മിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കോൺഫിഗറേഷൻ ചെക്ക് ചെയ്ത് നോക്കാം. ഷോ പൈപ്പ്ലൈൻ ഡിസ്പ്ലേ സെറ്റ്. ഇപ്പോൾ നമ്മുടെ ഈ VLAN ഒന്നും ഇനി ഇതിൽ കാണൂല. കാരണം കംപ്ലീറ്റ്ലി ബാക്കപ്പ് എടുത്ത കോൺഫിഗറേഷൻ ഓവർറൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ഇൻ്റർഫേസിലുള്ള ടാഗ് ചെയ്ത VLAN എല്ലാം 200 തന്നെയാണ്. അതിലൊന്നും നമ്മൾ ചേഞ്ച് വരുത്തിയിട്ടില്ല. പക്ഷേ ഇവിടെ നോക്കിയാൽ കാണാം ഈ IRB ഇൻ്റർഫേസിലുള്ള IP റിമൂവ് ചെയ്തതായിരുന്നു. പക്ഷെ ഇപ്പം പിന്നെയും ആ ഒരു IP നമ്മൾ ഓവർറൈഡ് ചെയ്തതോടുകൂടി ബാക്കപ്പ് ഫയലിലുള്ള അതായത് ഓവർറൈഡ് ചെയ്യാൻ യൂസ് ചെയ്ത ഫയലിൽ ഇതായിരുന്നു കോൺഫിഗറേഷൻ. അപ്പോൾ തിരിച്ച് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ഒറ്റ VLAN ഉണ്ടാവുള്ളൂ. ഓക്കെ നമ്മുടെ ഓവർറൈഡ് ചെയ്യാൻ യൂസ് ചെയ്ത ഫയലിനകത്ത് ഒറ്റ VLAN ഉള്ളായിരുന്നു 200 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഫയലിവിടെ ആ VLAN ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ജുനിപ്പറിൽ ഓവർറൈഡ് ചെയ്യുന്നത്. ഓവർറൈഡ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത്. അതായത് കറൻറ്റ് ആക്റ്റീവ് കോൺഫിഗറേഷനെ കംപ്ലീറ്റ്ലി നമ്മുടെ ഫയൽ വെച്ചിട്ട് അതായത് ബാക്കപ്പ് ഫയൽ വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യും. അതിനാണ് ഓവർറൈഡ് യൂസ് ചെയ്യുന്നത്.